താരസംഘടനയിലെ വിവാദങ്ങളുടെ തുടക്കമായ വെണ്ണല തെക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പ് വിവാദത്തിൽ പ്രതികരിച്ച് നടി അൻസിബ ഹസൻ രംഗത്ത് വന്നു. അമ്മ കുടുംബസംഗമവുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് കരാറിലാണ് ശ്വേതയ്ക്കെതിരെ അൻസിബ ആരോപണം ഉയർത്തിയത്. വെണ്ണല തെക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ശ്വേതയായിരുന്നുവെന്ന് അൻസിബ പറയുന്നു. 1 കോടി എന്നായിരുന്നു പറഞ്ഞത്. കരാറിൽ അത് 75 ലക്ഷമായി. 25 ലക്ഷം എവിടെ പോയെന്നും അൻസിബ ചോദിച്ചു. മതസ്ഥാപനം സ്പോൺസർഷിപ്പിലേക്ക് വരുന്നതിനെ എതിർത്തത് മുതൽ തന്നോട് വൈരാഗ്യം കാണിക്കാൻ തുടങ്ങിയെന്നും അൻസിബ പറഞ്ഞു. ശ്വേത ചേച്ചിയാണ് കമ്മിറ്റിയിൽ കൊണ്ടുവന്നത്. അന്ന് പറഞ്ഞത് 1 കോടി എന്നായിരുന്നു. എഗ്രിമെന്റ് ആയപ്പോൾ 75 ലക്ഷമായി. 25 ലക്ഷം എവിടെ പോയി എന്നറിയില്ല. ഇക്കാര്യം കൊണ്ടുവന്നപ്പോൾ ഞാൻ എതിർത്തു. നമ്മുടെ ധാർമ്മികതയ്ക്ക് ചേരുന്നതല്ല. അമ്മയിൽ 32 വർഷമായി ഒരു മതസ്ഥാപനവും മതചിഹ്നവും കടന്നുകൂടിയിട്ടില്ല. ഇന്നൊരു ക്ഷേത്രം വരികയാണെങ്കിൽ നാളെ ഒരു മുസ്ലിം പള്ളിയും പിന്നീട് ക്രിസ്ത്യൻ പള്ളിയും രാഷ്ട്രീയ പാർട്ടികളും വരും. അത് പാടില്ല എന്നത് പറഞ്ഞോ അന്നു മുതൽ വൈരാഗ്യം കാണിക്കാൻ തുടങ്ങി, അൻസിബ പറഞ്ഞു. പോലീസിനെതിരെയും അൻസിബ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. ലക്ഷ്മിപ്രിയക്കെതിരായി നൽകിയ പരാതിയിൽ ഇതുവരെ കേസ് എടുത്തിട്ടില്ല. ലക്ഷ്മിപ്രിയ എന്ന വ്യക്തിക്ക് ഇത്രയും സ്വാധീനമുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. പരാതി കിട്ടിയിട്ടില്ലെന്ന് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. പിന്നാലെ ഞാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വിളിച്ചു. FIR ഇട്ടിട്ടില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ വിളിച്ച് സംസാരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫോൺ കട്ട് ചെയ്ത് 5 മിനിറ്റിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചു. പരാതിയുടെ രസീത് അയച്ചിട്ടുണ്ടെന്ന് CI എന്നോട് പറഞ്ഞു. FIR ഇടുന്നില്ലേ സാർ എന്ന് ചോദിച്ചപ്പോൾ 14 ദിവസം കൊണ്ട് പ്രാഥമിക അന്വേഷണം നടത്തട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞാൽ പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിൽ ഉള്ളത്? തൃക്കാക്കര MLA ഉമാ തോമസുമായും മന്ത്രി ബിന്ദു കൃഷ്ണയുമായും സംസാരിച്ചു. എനിക്കിതുവരെ നീതി കിട്ടിയിട്ടില്ല. എനിക്ക് നീതി കിട്ടുന്നത് കോടതിയിൽ പോകുമ്പോൾ മാത്രമാണ്, അവർ കൂട്ടിച്ചേർത്തു. 17 പേരടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ടിനി ടോം എനിക്ക് ഡബിൾ ഡാഡി സിൻഡ്രോം ആണെന്ന് മെസ്സേജ് അയച്ചു. അത് സ്ത്രീ വിരുദ്ധതയാണെന്ന് പറയാൻ അന്നൊരു പ്രസിഡന്റും ഉണ്ടായിരുന്നില്ല. എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉണ്ടായിരുന്നില്ല. പ്രിവിലേജ് ഉള്ളവരല്ല വുമൻ കാർഡ് പറയേണ്ടത്. അർഹിക്കുന്ന പരിഗണന കിട്ടാത്ത സ്ത്രീകൾക്കു വേണ്ടിയാണ് അത് പറയേണ്ടത്. പ്രിവിലേജ് ഉള്ളവർ രക്ഷപ്പെടാൻ വേണ്ടിയല്ല അത് പറയേണ്ടത്. ടിനി ടോം പറഞ്ഞത് മോശമാണെന്ന് മറ്റാരും പറഞ്ഞില്ല. ആരോപണ വിധേയനായ പുരുഷനെ മാറ്റി നിർത്താൻ പോലും പ്രസിഡന്റ് തയ്യാറായിട്ടില്ല. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാവരുത്, അൻസിബ ഹസൻ വ്യക്തമാക്കി. കമ്മീഷണറുടെ പ്രതികരണം കണ്ട് വേദന തോന്നി. ജിഹാദി എന്ന് തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ജിഹാദി എന്നും ഡബിൾ ഡാഡി സിൻഡ്രോം ആണെന്നും ഒരു വ്യക്തിക്ക് പല ആളുകളുമായി ബന്ധമുണ്ടെന്ന് പറയുന്നതും തമാശയാണെന്ന് പോലീസിന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? വർഗീയവൽക്കരണം പോലീസ് സ്റ്റേഷനിലും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്, അവർ കൂട്ടിച്ചേർത്തു.